എന്താണ് സെൽഫ് എസ്റ്റീം? നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് സെൽഫ് എസ്റ്റീം. ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിക്ക് ജീവിതത്തോട് നിരാശ തോന്നാൻ എളുപ്പമാണ്. അപ്പോൾ സെൽഫ് എസ്റ്റീം എന്നാൽ നമ്മളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വൈകാരികമായ വിലയിരുത്തലാണ്. ചിലർ പറയുന്നത് കേൾക്കാറില്ലേ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഒരു കഴിവുമില്ല, ജനിച്ചു പോയില്ലേ, അതുകൊണ്ട് ജീവിക്കുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്നത്? ആ വ്യക്തി ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങളാണ് ആ വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെ രൂപപ്പെടുത്തുന്നത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വലിയ സപ്പോർട്ട് ഇല്ലാതെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് വളരുമ്പോൾ അവിടെ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. റീസൺസ് ഫോർ ലോ സെൽഫ് എസ്റ്റീം: ചൈൽഡ്ഹുഡ് ട്രോമ. നിരവധി കുറ്റപ്പെടുത്തലുകൾ കേട്ട് വളരുന്ന ഒരു ബാല്യമാണ് നിങ്ങളുടേതെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോഷ്യൽ എക്സ്പെക്ടേഷൻ പ്രഷർ. സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ നെട്ടോട്ടം ഓടുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എക്സ്ബിഷനിസമാണ്. ഇത് നമ്മൾ ആളുകൾ കാണുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലർ അവരുപയോഗിക്കുന്ന വില കൂടിയ സാധനങ്ങളിലൂടെയും വസ്തുക്കളിലൂടെയും അവരെക്കുറിച്ചുള്ള വില വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അത് അവരുപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ആവാം, ബ്രാൻഡഡ് ക്ലോത്ത്സ് ആകാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആവാം. നമ്മൾ റെസ്പെക്റ്റബിൾ ആയി മാറും എന്ന മൂഢവിശ്വാസം പുലർത്തി ഇതൊക്കെ വാങ്ങിക്കൂട്ടുകയും ആളുകളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ളവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആണുള്ളത്. അത് മറച്ചു വയ്ക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ഇത് തിരിച്ചറിയാത്തിടത്തോളം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഈ ലോ സെൽഫ് എസ്റ്റീമിനെ നമ്മൾ ഒരു ഹൈ സെൽഫ് എസ്റ്റീം ആക്കി മാറ്റാമെന്ന്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാം? ഫൈൻഡ് യുവർ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടെത്തുക. സ്വയം നിരീക്ഷണത്തിലൂടെയും മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകിയ ഫീഡ്ബാക്കിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുവാൻ കഴിയും. എന്നിട്ട് ആ സ്ട്രെങ്തിൽ ഫോക്കസ്ഡായി വർക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ വളരെ ഫലപ്രദമായുള്ള കാര്യമാണ്. സ്റ്റോപ്പ് വൺ ഫേവറേറ്റ് തിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം, ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഐസ്ക്രീം തിന്നാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ഷുഗറി ഡ്രിങ്ക്സ് കുടിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ജങ്ക് ഫുഡ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, കുറച്ച് വർഷങ്ങളിലേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യുക. ആദ്യം കേൾക്കുമ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കഴിക്കുവാനുള്ള പ്രലോഭനത്തിൽ നിന്നും മോചിതരാകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ വളരെയധികം വർദ്ധിപ്പിക്കും. മൂന്നാമതായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം കൺട്രോൾ നെഗറ്റീവ് സെൽഫ് ടോക്ക്. സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റുന്നതാണ് നല്ലത്. എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, ഞാൻ എന്ത് ചെയ്താലും തോറ്റുപോകും, ഇത്തരത്തിലുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ടോക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് മാറ്റുവാൻ സമയമായിരിക്കുന്നു. സെൽഫ് ക്രിറ്റിസിസം അല്ല ആവശ്യം, സെൽഫ് ഇവാലുവേഷൻ ആണ്. നെഗറ്റീവ് തോട്ട്സ് മാറ്റി നമുക്കുള്ള ചെറിയ പോസിറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുക. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക. ഹാവ് എ നൈസ് ഡേ.